തന്നിൽ നിറഞ്ഞിരിക്കുന്ന ഭഗവത് ചൈതന്യമാകുന്ന ബോധത്തിലേക്ക് മനസ്സുയർന്നവൻ. ഇപ്രകാരം ഒരു ബോധത്തിലേക്ക് നമ്മൾ എത്ര കണ്ട് ഉയരുന്നുണ്ടോ അത്ര കണ്ട് നമ്മൾ ആരോടടുത്തു? ഭഗവാനോട്. ഇനി നമുക്ക് പരിപൂർണമായി എത്താൻ പറ്റിയിട്ടില്ലെങ്കിലും ബാക്കിയുള്ളത് അടുത്ത ജന്മങ്ങളിലേക്ക് വന്ന് ഫില്ല് ചെയ്യാൻ പറ്റും. എന്നാൽ ഇവിടെ ഭരതന് ഭഗവാനിലേക്കാണ് മനസ്സ് ചേർത്തി വയ്ക്കാൻ വന്നതെങ്കിലും പക്ഷെ മനസ്സ് ആരിലേക്ക് കുടുങ്ങിപ്പോയി? മനസ്സ് മാനിലേക്ക് കുടുങ്ങിപ്പോയി. ആ മാനിനെക്കുറിച്ച് ചിന്തിച്ച് ആ മാനുമായിട്ടുള്ള സംഘം കാരണം മാനിൻ്റെ ശരീരം എടുക്കേണ്ടി വന്നു. നമ്മുടെ ജീവിതം ഏതെങ്കിലും വസ്തുവിനോടോ വ്യക്തിയോടോ ആരോടെങ്കിലും അറ്റാച്ച്മെൻ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ചിത്രം മനസ്സിലുറയ്ക്കും, പിന്നീട് ആ രൂപത്തെ എടുത്ത് വരേണ്ടി വരും. ഭരതൻ തന്നെ പറയാണ്, ആ ശരീരം ഉപേക്ഷിക്കുന്ന സമയത്ത് വളരെ വിഷമത്തോടുകൂടി പറയാണ്, അഹോ കഷ്ടം ഭ്രഷ്ടോഹം ആത്മവദാം അനുപദാല്യൽ വിമുക്ത സമസ്ത സംഘസ്യ വിവിക്ത പുണ്യാരണ്യ ശരണസ്യാത്മവദ ആത്മനി സർവേഷാം ആത്മനാം ഭഗവതി വാസുദേവേ തദനുശ്രവണ മനന സങ്കീർത്തനാരാധനനുസ്മരണാഭിയോഗേന ശൂന്യ സകലയാമേന കാലേന സമാവേശിതം സമാഹിതം കാസ്നേന മനസ്തത്വ പുനർമാഭുതസ്യാൽ മൃഗസുതമനോ പരിസുസ്രാവ. കഷ്ടം കഷ്ടം, ഞാൻ എന്തു കാര്യത്തിനാണ് കൊട്ടാരം ഉപേക്ഷിച്ചത്? എൻ്റെ ഭാര്യയും മക്കളെയും ഉപേക്ഷിക്കാൻ എനിക്ക് പ്രയാസം തോന്നിയില്ല, എൻ്റെ രാജ്യം ഉപേക്ഷിക്കാൻ എനിക്ക് പ്രയാസം തോന്നിയില്ല. അതൊക്കെ വിട്ടുകൊണ്ട് ഭഗവതി വാസുദേവേ, അന്നെനിക്ക് ബോധമുണ്ടായിരുന്നു ഭഗവാൻ വാസുദേവനിലേക്ക് മനസ്സ് തിരിക്കണം. ശ്രവണ മനന സങ്കീർത്തന അനുസ്മരണം, അതിനാണ് ഞാൻ എല്ലാം ഉപേക്ഷിച്ച് വന്നിരിക്കുന്നത്. പക്ഷെ അതൊക്കെ വിട്ട് യോഗേന ശൂന്യ കലാം, എൻ്റെ ജീവിതമുണ്ടല്ലോ അതിന്നൊക്കെ വിട്ടുപോയിക്കൊണ്ട് ഇപ്പം ഇതാ ഈ മൃഗത്തിൻ്റെ രൂപം എടുത്തുകൊണ്ട് ഞാനിതാ പോകുന്നു എന്ന്. അപ്പം മൃഗത്തെ എടുത്ത് വളർത്തിയ, മൃഗത്തോട് കാരുണ്യം തോന്നിയ രാജാവിന് ശരീരം ഉപേക്ഷിക്കുമ്പോൾ ആ മൃഗത്തോട് തോന്നിയ കാരുണ്യം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അധപ്പതനമായിട്ടാണ് മാറിയത്. അപ്പം നമ്മളെ ഭാഗവതം പഠിപ്പിക്കുന്നത് ഒരാളോടും കാരുണ്യം തോന്നരുതെന്നാണോ? അല്ല, അതിൻ്റെ എക്സ്ട്രീം അങ്ങനെ എടുക്കാമല്ലോ. എന്നാൽ പിന്നെ ആരോടും കാരുണ്യം തോന്നരുതെന്ന്, കാരുണ്യം തോന്നരുതെന്നല്ല പറയുന്നത് ഭാഗവതം. എന്താ പറയുന്നത്? നാം അവരെ സ്വീകരിക്കുകയും വേണം, മനസ്സിൽ നിന്ന് അവരെ വിടുകയും വേണം. നമ്മുടെ മനസ്സ് ഒരാൾക്കും വിട്ടുകൊടുക്കരുത്. മനസ്സ് വന്നിരിക്കുന്നത് മറ്റുള്ളവരിൽ നിന്നല്ല, മനസ്സ് വന്നിരിക്കുന്നത് ഭഗവാനിൽ നിന്നാണ്. അതുകൊണ്ട് അത് തിരിച്ചു പോവേണ്ടതും ഭഗവാനിലേക്കാണ്. ഈ ബോധം നമുക്കുണ്ടെങ്കിൽ നമുക്ക് കാരുണ്യം കാണിക്കാനും സാധിക്കും, കാരുണ്യത്തിൽ നിന്ന് മാറി നിൽക്കാനും സാധിക്കും. അതായത് നമ്മുടെ ജീവിതം ഉണ്ടല്ലോ, നിങ്ങൾ ദശമസ്കന്ധം വരുമ്പോൾ കൂടുതൽ പഠിക്കും. അത് നമുക്ക് പെർഫെക്റ്റ്ലി പറഞ്ഞു തരുന്ന ഒരു ആചാര്യനാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. എല്ലാവരുടെ കൂടെയും മിങ്കിൾ ചെയ്യാനും കൃഷ്ണന് സാധിച്ചിട്ടുണ്ട്. എന്നാൽ എല്ലാവരിൽ നിന്നും മനസ്സിനെ ഉയർത്താനും സാധിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്. അതല്ലേ അച്ഛനും അമ്മയ്ക്കും അവിടെ വെച്ച് ഗർഭത്തിൽ നിന്ന് പുറത്തു വന്ന സമയത്ത് തന്നെ ഉപദേശം കൊടുക്കുന്നത്, മാം പുത്രഭാവേന സ്നേഹയന്തോ, പുത്രഭാവത്തിൽ സ്നേഹിച്ചോളൂ, എനിക്ക് വിരോധമില്ല. പക്ഷേ ബ്രഹ്മഭാവേന ചിന്തയന്തോ, നിങ്ങൾ ഏത് ഭാവത്തിൽ ചിന്തിക്കണം അത് നിങ്ങൾ അഭ്യസിച്ചെടുക്കണം. എന്നാൽ യാസ്യേതേ മദ്ഗതിം പരം, എൻ്റെ പരമമായ ഗതിയെ നിങ്ങൾക്ക് കൈവരിക്കാൻ സാധിക്കും എന്നുള്ള ടെക്നിക്ക് ഭഗവാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിലും അവർക്കതൊന്നും പരിശീലിക്കാൻ സാധിച്ചിട്ടില്ല. പിന്നീടാണ് അദ്ദേഹത്തിന് ഏകാദശ സ്കന്ധം വരുമ്പോഴാണ് നാരദ മഹർഷി ഉപദേശം കൊടുക്കുന്നതും ഉയർത്തുന്നതൊക്കെ. അപ്പോൾ ആ കുട്ടിക്കാലത്തെ ഒരു സത്സംഗ സംസ്കാരം ഉണ്ടെങ്കിൽ നമുക്ക് കാരുണ്യം കാണിക്കാനും സാധിക്കും, കാരുണ്യത്തിൽ നിന്ന് മനസ്സിനെ ഉയർത്തിക്കൊണ്ടുവരാനും. ഏതുപോലെ ഗീതയിൽ പറയുന്ന പോലെ കൂർമോങ്കാനീവ സർവശ, ആരെപ്പോലെ? ആമയെപ്പോലെ. അതായത് നമുക്ക് വ്യാപരിക്കാനും സാധിക്കണം. അപ്പം ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ലോകമല്ല, പ്രശ്നമുണ്ടാക്കുന്നത് മറ്റുള്ളവരല്ല, പ്രശ്നമുണ്ടാക്കുന്നതൊക്കെ നമ്മുടെ മനസ്സ് തന്നെയാണ്. ഒരിക്കലും മറന്നു പോകരുത്. മനയേവ മനുഷ്യയാണ്. മനുഷ്യ മനസ്സിനുണ്ടല്ലോ ഏത് തലത്തിലേക്കും നമ്മളെ കൊണ്ടുപോകാൻ പറ്റും. ഉയർത്താനും സാധിക്കും, താഴ്ത്താനും സാധിക്കും. ഉയരാൻ പോയൊരു രാജാവ് 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റുന്നതും മാറാപ്പ് കയറ്റുന്നതും നമ്മുടെ ഭഗവാനാണെന്ന് പറയുകയാണെങ്കിലും ഇവിടെ ആരാണ്? നമ്മുടെ മനസ്സ് തന്നെയാണ്. അതിനുശേഷം 9-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ആ രാജാവ് പിന്നീട് അവിടെ നിന്ന് ആ മൃഗശരീരവും വിട്ടുകളഞ്ഞുകൊണ്ട് പറയുന്നു, ശുഷ്കപർണതൃണ വീരുധ വർത്തമാനോ മൃഗത്വ നിമിത്താവസാനമേവ ഗണൻ മൃഗശരീരം തീർത്ഥോദക്ലിന്ന മുസസർജ. പിന്നീട് അതൊരു മാനായി തീർന്നു. മാനായിട്ട് ഇതേ ക്ഷേത്രഭൂമിയിൽ, അതായത് ആ പുലഹാശ്രമ ക്ഷേത്രഭൂമിയിൽ തന്നെ ജനിച്ചു. അവിടുന്ന് സാലഗ്രാമം പുലസ്ത്യ പുലഹാശ്രമം കാലഞ്ചരാൽ പ്രത്യജകാമ. അവിടുന്ന് മുന്നോട്ട് പോകുന്നതിനിടയ്ക്ക് ആ മാൻ മറ്റുള്ള മാനുകളോടൊന്നും ഇടപഴകാതെ ഉണങ്ങിയ പുല്ലും മറ്റും കഴിച്ചുകൊണ്ട്
അവിടെ തന്നെ കഴിഞ്ഞുകൂട്ടി അവസാനം ശരീരം ഉപേക്ഷിച്ചു എന്നാണ്. അങ്ങനെ മാനിൻ്റെ ശരീരം പോയതിന് ശേഷം ഇനി ആരുടെ ശരീരമാണ് കിട്ടുന്നത്? മാനിൻ്റെ ശരീരത്തിലിരുന്ന് ചിന്തിച്ചതെല്ലാം പണ്ട് ഭരതനായിരുന്ന സമയത്ത് പ്രയത്നിച്ച കാര്യങ്ങളായിരുന്നു. അങ്ങനെ മനുഷ്യ മനസ്സുകൊണ്ട് ചിന്തിക്കേണ്ട കാര്യങ്ങൾ മാനിൻ്റെ ശരീരത്തിൽ നിന്ന് ചിന്തിക്കുക കാരണം പിന്നൊരു മനുഷ്യ ജന്മത്തിലേക്ക് വീണ്ടും തിരിച്ചു വരികയാണ്. എവിടെയാണ് ജനിക്കുന്നത്? കസ്യജിൽ ദ്വിജവരസ്യാംഗിര പ്രവരസ്യ ശമതമതപ സ്വാധ്യായാദ്യേന ത്യാഗ സന്തോഷ തിരിശാവശ്രയ വിദ്യാസൂയാ ആത്മജ്ഞാനാനന്ദയുക്തസ്യാത്മസദശ ശ്രുതശീലാചാരരൂപ ഉദാര്യഗുണാ നവസോദര്യാങ്കജ ബഹൂർമിഥുനം വീയസ്യാം ഭാര്യായം. അവിടെയാണ് വന്ന് ജനിക്കുന്നത്. അതായത് അങ്കിരസ് ഗോത്രത്തിൽപ്പെട്ട ഒരു ബ്രാഹ്മണന്റെ വീട്ടിൽ, അദ്ദേഹത്തിനാണെങ്കിലോ ശമം, ദമം, തപസ്, സ്വാധ്യായം, അധ്യയനം, ത്യാഗം, സന്തോഷം, ഗീതയിൽ ഭഗവാൻ പറഞ്ഞ കാര്യങ്ങൾ ശരിയല്ലേ? അല്ലേ? എവിടെയാണോ ഏതൊരാളാണോ ആത്മീയമായി ഉയർന്നിരിക്കുന്നത് അവര് യോഗഭ്രഷ്ടനായി തീരുമെന്നും അങ്ങനെ യോഗഭ്രഷ്ടനായിട്ടുള്ള ആളുകൾ അങ്ങനെ ഒരു ആത്മീയ സംസ്കാരമുള്ളവരുടെ കുലത്തിൽ ജനിക്കുമെന്നും പറഞ്ഞതുപോലെ ഇദ്ദേഹം നല്ലൊരു ആത്മീയ സംസ്കാരമുള്ള ഒരാളുടെ വീട്ടിൽ തന്നെ വന്ന് ജനിച്ചു വരികയാണ്. അവിടെ വന്ന് ജനിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ ആ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുമ്പം, ആ ഭരതൻ്റെ മുഴുവൻ കഥയും പറയുകയാണ്, ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്ന സമയത്ത് തന്നെ അവിടെ വെച്ച് തന്നെ പൂർവജന്മാവലി ആത്മാനം, താൻ പണ്ട് ഭരതനായിരുന്ന സമയത്തുള്ള കാര്യങ്ങളും മാനിൻ്റെ ശരീരത്തിലേക്ക് കടന്നു വരാനുണ്ടായ കാര്യങ്ങളും ഓർത്തപ്പം മനസ്സിലായി, ഇനി ഇവിടെ വെച്ചിട്ട് ഞാൻ മറ്റൊരാളോട് സംഘമുണ്ടാക്കിയാൽ എൻ്റെ ആത്മീയ പുരോഗതി തടസ്സപ്പെടുന്നു. അതുകൊണ്ട് ഇവിടെ വെച്ച് ഇനി ഒരാളോടും സംഘമില്ലെന്ന് ഉറപ്പിച്ചുകൊണ്ട് എങ്ങനെയാ വരുന്നത്? അത്രേ ഉന്മത്ത ജഡാന്ധപതിരസ്വരൂപേണ ദശ്യാമാസലോകസ്യ. ഇനി ആരോടും വർത്തമാനം ഇവിടെ വെച്ചിട്ട് പറയണ്ട. ആരെന്ത് പറഞ്ഞാലും കേൾക്കാത്ത ഒരു പൊട്ടനെ പോലെ അഭിനയിക്കാം. ആള് പൊട്ടനല്ലേ, നല്ല ബോധമുള്ളവനാണ്, എന്നാൽ ഒരു പൊട്ടനെ പോലെ അഭിനയിക്കാം എന്ന് കരുതി അവിടുന്ന് തീരുമാനിച്ച് ഇങ്ങോട്ട് വന്നു. എന്നിട്ടോ സസ്യാഭിഹവ ആത്മജസ്യ വിപ്രപുത്ര സ്നേഹാനുബന്ധവന സമാവർത്തനാദ സംസ്കാരൻ. അച്ഛൻ ആ കുട്ടിക്ക് സമാവർത്തം തുടങ്ങിയുള്ള സംസ്കാരങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട്, ഉപനയനാദികൾ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടിക്ക് മന്ത്രങ്ങൾ പറഞ്ഞു കൊടുത്തു. ഗായത്രി മന്ത്രം. കുട്ടിയാണെങ്കിലോ ഓം ബുബ് 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 എന്ന് പറഞ്ഞിട്ടിരിക്കും. കുട്ടിയോട് പറയും ഭൂർഭുവസ്വ ബുബ് 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 ബു. എന്തു വന്നാലും കുട്ടി മന്ത്രങ്ങൾ പറയില്ല. അവസാനം അച്ഛന് മനസ്സിലായി ഈ കുട്ടി ഒരു പൊട്ടനാണ്, ഇവൻ വളരില്ല, ഇനി വികസിക്കില്ല. അച്ഛന് വളരെ സങ്കടം വന്നു. സങ്കടപ്പെട്ട അച്ഛൻ കുറേ കാലമൊക്കെ കുട്ടിയെ പരിശീലിപ്പിച്ചു നോക്കി, ഒന്നും ശരിയാവാതെ കണ്ടപ്പോൾ പിന്നീട് അച്ഛൻ മരിച്ചു. അച്ഛൻ്റെ കാലശേഷം അവിടുന്ന് പിന്നീട് അമ്മയും മരിച്ചു എന്നാണ്. അതിനുശേഷം മറ്റുള്ളവർ കാര്യങ്ങളൊക്കെ നോക്കാൻ തുടങ്ങിയപ്പോഴോ സ്വയം താവതതിവത മനോരഥകാലേന പ്രമത്തേന സ്വയം ഗൃഹയേവ പ്രമത്ത ഉപസംഹൃത. അങ്ങനെ അതിനുശേഷം അമ്മയും ശരീരം വിട്ടതിന് ശേഷം പിതര്യുപരതേ ഭ്രാതരയേന മതത പ്രഭാവസ്ഥയായം വിദ്യായാമേവ പര്യവസിതമതയോ ന പരവിദ്യയാ ജഡമിതി ഇതി ഭ്രാതു അനുശാസന നിർബന്ധാന്യവൃത്സന്ത പറയാണ്. അതിനുശേഷം ഭ്രാതരും സഹോദരന്മാർ കാര്യങ്ങൾ ഏറ്റെടുത്തപ്പോൾ അവർ മനസ്സിലാക്കി ഈ പൊട്ടനെ നോക്കിയോണ്ടൊന്നും കാര്യമില്ല, ഇയാളൊന്നും നേരെയാവില്ല, ഇയാളെ കൊണ്ട് നമുക്കും വലിയ ഉപകാരമൊന്നുമില്ല. അവർ ശ്രദ്ധിച്ചില്ല. അപ്പോൾ തൻ്റെ സഹോദരന്മാരൊന്നും ശ്രദ്ധിക്കാതെ വന്നപ്പോൾ അവിടുന്ന് ഒരു ഉന്മത്തനെ പോലെ ജഡനെപ്പോലെ അവിടുന്ന് അങ്ങോട്ട് ഇറങ്ങി. എന്നിട്ടോ ആരെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ കഴിക്കും, കുളിക്കാൻ പറ്റിയാൽ കുളിക്കും, അല്ലെങ്കിൽ കുളിയില്ല. വിഷ്ടിതോ എന്തെങ്കിലും ജോലി ചെയ്യും, വല്ലതും കൊടുത്താൽ വാങ്ങിക്കും, അല്ലെങ്കിൽ മേടിക്കില്ല. അങ്ങനെ ഒരു പരിപൂർണമായി പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സ് മുഴുവൻ എപ്പോഴും പരമാനന്ദത്തിലായി, ഭഗവത് സ്മരണത്തിലായി. ഇന്ന് ഇന്ദ്രിയ പ്രീതി നിമിത്തം നിത്യനിവൃത്ത നിമിത്ത സ്വസിദ്ധ വിശുദ്ധാനുഭവാനന്ദ സ്വാത്മലാഭാധിഗമ സുഖദുഃഖയോ ദ്വന്ദ്വ നിമിത്തയോ അസംഭാവിത ദേഹാഭിമാന ശീതോഷ്ണവാദവർഷേഷു വൃഷ ഇവാനാവൃതാംഗ പീന സംഖനനാംഗ. അദ്ദേഹത്തിൻ്റെ അനുഭവം പറയാണ്. സുഖദുഃഖയോ ദ്വന്ദ്വ നിമിത്തയോ, സുഖം വന്നാലും ദുഃഖം വന്നാലും എന്തു വന്നാലും ദ്വന്ദ്വങ്ങൾ എന്തു വന്നാലും മനസ്സെപ്പോഴും ഒരുപോലെ ആയിക്കൊണ്ട് സ്വ ആത്മാനന്ദം ആരെ തന്നെ ചിന്തിച്ചു? ആത്മാവിനെ തന്നെ ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം കാലം മുന്നോട്ട് നീക്കി പറയാണ്. അദ്ദേഹത്തിന് യാതൊരു വിഷമങ്ങളുമില്ല. സന്തോഷം കിട്ടിയാലും സന്തോഷം, കിട്ടിയില്ലെങ്കിലും സന്തോഷം, അനുകൂലമായ സാഹചര്യവും സന്തോഷം. ഇതാണ് നമ്മളൊക്കെ വാർദ്ധക്യത്തിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് ഉണ്ടാവേണ്ടത്. അനുകൂലവും പ്രതികൂലവും ഒക്കെ ഒരുപോലെ, ഒരു കംപ്ലൈൻ്റ് ഇല്ലാത്ത ഒരു കണ്ടെയ്ൻമെൻറ്റ്, അങ്ങനെയുള്ളൊരു ജീവിതം അദ്ദേഹത്തിന് വന്നു പറയുകയാണ്. അങ്ങനെ വന്ന് കാലം വീണ്ടും മുന്നോട്ട് പോകുന്നതിൻ്റെ ഇടയ്ക്ക്
ഇവിടെ ഒരു കൃഷിസ്ഥലത്ത് അദ്ദേഹം കാവൽക്കാരനായിട്ട് കൂടി. അങ്ങനെ കാവൽക്കാരനായിട്ട് ഇരിക്കുമ്പോഴാണ് മറ്റൊരു സംഭവം ഉണ്ടാവുന്നത്. അതെന്താണ്? ഒരിക്കൽ അവിടെ അടുത്തൊരു കാട്ടിലൊരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹം പുത്രന്മാരില്ലാതെ വളരെ വിഷമിച്ചപ്പോൾ ജ്യോത്സ്യന്മാരെ കൊണ്ട് നോക്കി. അവർക്കൊക്കെ ഈ ജ്യോത്സ്യന്മാരാണല്ലോ കൂടുതൽ, ഈ കാട്ടുവർഗ്ഗക്കാർക്ക് എന്ന് വെച്ചാൽ അത്ര ബുദ്ധിയുള്ളവർക്ക് അത് വേണ്ടു എന്ന് പറയാണ്. അവിടെ ചെന്നു ജ്യോത്സ്യർ പറഞ്ഞു, നിങ്ങൾക്ക് പുത്രനില്ലാത്തതിന് കാരണം കാട്ടിലുള്ള ഭദ്രകാളി പ്രീതിപ്പെടാത്തതുകൊണ്ടാണ്. കേമായില്ലേ? ഇനിയിപ്പോൾ ഭദ്രകാളിയെ പ്രീതിപ്പെടുത്താൻ എന്താ വേണ്ടത്? ഭദ്രകാളിക്ക് ബലി കൊടുക്കണം. ആരെയാണ്? മൃഗങ്ങളെ ബലി കൊടുത്താൽ മതിയോ? പോരാ, മനുഷ്യബലി. ഭാരതത്തിൽ അങ്ങനെയാണല്ലോ ഈ മനുഷ്യ ഗുരുതികളൊക്കെ വന്നിരിക്കുന്നത് പണ്ട് കാലത്ത്. അങ്ങനെ ജ്യോത്സ്യരുടെ നിർദ്ദേശം കേട്ട് തൻ്റെ ആളുകളോട് പറഞ്ഞു, പോയി പിടിച്ചുകൊണ്ടുവരാൻ. ആളുകൾ മനുഷ്യരെ പിടിക്കാൻ തുടങ്ങി. അങ്ങനെ അത കഥാചിൽ കശ്ചിൽ വൃഷളപതിർ ഭദ്രകാളി പുരുഷ പശും ആപത്യകാമ തസ്യ ദൈവമുക്തസ്യ പശോ പദവിം തദനുജര പരിതാവന്തോ നിശീത സമയേ തമസാവൃതായ അതിനധികത പശവ ആകസ്മിങ്ങേന വിധിന കേദാരാൻ വീരസനേന മൃഗവരാഹാദിഭ്യ. അപ്രകാരം ഒരിക്കൽ ഈ ആളുകൾ കുട്ടിയെ അന്വേഷിച്ചുകൊണ്ട്, ബലി കൊടുക്കാനുള്ള ഒരാളെ അന്വേഷിച്ചുകൊണ്ട് അവിടെ അങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുന്ന സമയത്ത് അപ്പോൾ കാണുന്നു ഈ ഭരതനെ. എന്ത് ചെയ്തു? മന്യമാനബദ്ധ്വാര ശനയാ ചണ്ഡികാഗ്രഹമുപ നിന്യോ മുത വികസിത വദന. നല്ല തേജോമയനായിരിക്കുന്ന അദ്ദേഹത്തിനെ കയറുകൊണ്ട് കെട്ടിക്കൊണ്ട് കൊണ്ടുപോയി അങ്ങോട്ട്. ഭരതൻ പറയുന്നുണ്ട്, കെട്ടൊന്നും വേണ്ട, ഞാൻ വരാമെന്ന്. അദ്ദേഹത്തിന് എന്തായാലും ഒരുപോലെയാണ്. കാളിയുടെ അടുത്ത് പോയാലും ഇവിടെ പാടത്ത് ജോലിക്ക് ചെയ്താലും നിന്നാലും ഒരുപോലെയാണ്. അങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോഴോ അത പണയസ്ഥം സ്വവിധിനാഭിഷിച്യാഹദേന വാസവാശ്ചാദ്യഭൂഷണലേപസ്രതിലകാദിഭി ഉപസ്കൃതം ഭുക്തവന്തം ധൂപദീപമാല്യലാജാക്യസലാങ്കുര ഫലോപഹാര പേദയാ. അദ്ദേഹത്തിന് വളരെ കുശാലായി. എന്താ കുശലത? അദ്ദേഹത്തിന് നന്നായി ഒന്ന് കുളിപ്പിച്ചു. കുറേ കാലം അദ്ദേഹം കുളിച്ചിട്ടേ. അവരെന്നെ ചെയ്തു തരാഴ്ച നന്നായില്ലേ? നല്ല വസ്ത്രങ്ങളാണ് അണിയിപ്പിച്ചു, ഭൂഷണം ലേപം നല്ലവണ്ണം കുങ്കുമാദികളൊക്കെ തൊടിപ്പിച്ചു, മാലയൊക്കെ ചാർത്തിക്കൊണ്ട് അദ്ദേഹത്തിനെ വളരെയധികം ഒരു തേജോമയനാക്കി. അപ്പോൾ ഇദ്ദേഹത്തിന് സന്തോഷമായി. ഇങ്ങനെയെങ്കിലും ആരെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. കൂളായിട്ടേ എടുത്തുള്ളൂ. നല്ലവണ്ണം ഭക്ഷണമൊക്കെ കൊടുത്തു. എന്നിട്ടോ പിന്നെ കൊണ്ടുപോകുന്നത് പുരുഷ പശും ഭദ്രകാള്യ പുരത ഉപവേശ. ഒരു വലിയ പാറ, ഭദ്രകാളിയായിട്ട് പൂജിക്കുന്ന ഒരു കല്ല് അതിൻ്റെ മുന്നിൽ കൊണ്ട് നിർത്തി. എന്നിട്ട് അവിടെ ഇരുത്തി. വൃഷളരാജമണി പുരുഷപശോരസ്യകാസവേന ദേവീം ഭദ്രകാളിം യക്ഷ്യമാണത്തദപി മന്ത്രിതമസി. എല്ലാവരോടും പൂജാരികൾ പറഞ്ഞു, അതുപോലെ തന്നെ ജ്യോത്സ്യരൊക്കെ പറഞ്ഞു, ഭദ്രകാളിയെ വിളിച്ചോളൂ, ഭദ്രകാളിയെ സ്മരിച്ചോളൂ, ഇനി ബലി കൊടുക്കാൻ പോവുകയാണെന്ന്. ഇതൊക്കെ പറയുമ്പോഴുണ്ടല്ലോ, ഇതൊക്കെ നിങ്ങൾ വിചാരിക്കേണ്ട എന്നോ കാലാഹരണപ്പെട്ട കഥയാണെന്ന്. ഇപ്പോഴും ഇത്തരത്തിലുള്ള വൃത്തികേടുകളൊക്കെ ഈ ലോകത്തിൽ നടക്കുന്നുണ്ട്. മനുഷ്യനെ തന്നെ ഗുരുതി കൊടുത്ത് ദേവിയെ തൃപ്തിപ്പെടുത്താൻ പറ്റും എന്ന് വിചാരിക്കുന്ന ഒരു എവിടുന്നോ വന്നിരിക്കുന്നൊരു സംസ്കാരം. വാസ്തവത്തിൽ വേദത്തിൽ ഇങ്ങനെയൊന്നും അല്ല പറഞ്ഞിരിക്കുന്നത്. മനുഷ്യനെ ഗുരുതി കൊടുക്കുന്ന ഒരു കാര്യം വേദത്തിലില്ല. പശുവിനെ ബലി കൊടുക്കുക എന്ന് പറയുന്നത്, പശുത്വം എന്ന് പറഞ്ഞാൽ നമ്മളിലെ ദൗർബല്യത്വം എന്നാണ്. ഗുരുതി കൊടുക്കേണ്ടത് നമ്മളിലെ ദൗർബല്യമാണ്. അതിന് പാവം ഒരു മൃഗത്തിൻ്റെ തലമുറിച്ചിട്ട് രക്തം കൊടുത്തത് കൊണ്ട് ഒരു ദേവിയും പ്രസന്നമാവാൻ പോകുന്നില്ല. അതൊരു അന്ധമായിട്ടുള്ള വിശ്വാസമാണ്. അതെങ്ങനെയാണ് മനുഷ്യൻ കൊണ്ടുവന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഭാരതത്തിലൊക്കെ. കാരണം വേദത്തിലില്ല. വേദത്തിൽ നിങ്ങൾ വേദത്തിൻ്റെ ഏത് ശാഖകൾ എടുത്ത് നോക്കിയാലും അഥർവ വേദത്തിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് മന്ത്രങ്ങളെ പറയുന്നുള്ളൂ, ക്രൂരതകൾ പറയുന്നില്ല. ബാക്കി യജുർവേദത്തിലോ സാമവേദത്തിലോ ഋഗ്വേദത്തിലോ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല. എന്നാൽ യജ്ഞം പശു എന്നൊക്കെ പറയും. യജ്ഞേന യജ്ഞമയന്ത ദേവ, യജ്ഞത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൽ പശു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ കുതിരയെ കെട്ടിയിടാറുണ്ട്. ആ കുതിരയുടെ ഒരു മാംസം എടുത്ത് നുള്ളി ഇടുന്നതൊക്കെ പിന്നീട് ക്ഷത്രിയന്മാർ വന്നതിന് ശേഷമുണ്ടായ അവരുടെ സ്വാർത്ഥ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ബലികളായിട്ട് മാറി പറയണം. അപ്പോൾ ഒരു മൃഗത്തെ നമ്മൾ ബലി കൊടുത്തിട്ട് അതിൽ ഈശ്വരൻ പ്രീതനാവുന്നു എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. ഭഗവാൻ ശ്രീകൃഷ്ണനുണ്ടല്ലോ, എനിക്ക് തോന്നുന്നു ഭാരതത്തിലെ ഏറ്റവും വലിയൊരു വിപ്ലവകാരി കൃഷ്ണനാണ്. അദ്ദേഹം അന്ധമായ ഒരു ആചരണത്തെയും ആദരിച്ചിട്ടില്ല. നന്ദഗോപര് ആ കാലഘട്ടത്തിൽ
നിലവിലുണ്ടായിരുന്ന ഒരു ആചരണമായ ഇന്ദ്രപൂജ, ഇന്ദ്രയാഗം, അത് ചെയ്യാൻ നിശ്ചയിച്ചപ്പോൾ ഇന്ദ്രനെയല്ല പൂജിക്കേണ്ടത്, ഗോവർദ്ധനത്തിനെയാണ് പൂജിക്കേണ്ടതെന്നൊരു വിപ്ലവം ഉണ്ടാക്കിയ ആളായിരുന്നു ആര്? ഭഗവാൻ ശ്രീകൃഷ്ണൻ. ഇനി മറ്റൊരു സന്ദർഭത്തിൽ നിങ്ങൾക്ക് കാണാം, ഭഗവാൻ ഗോപന്മാരുടെ കൂടെ പോകുന്ന സമയത്ത് കുറേ ബ്രാഹ്മണന്മാരിരുന്നിട്ട് ഹോമം ചെയ്യുന്ന സമയത്ത് ഭഗവാൻ ആദരിച്ചതേയില്ല. എന്താ, ഭഗവാൻ ശ്രീകൃഷ്ണന് വേണമെങ്കിൽ വേദങ്ങളെയൊക്കെ ആദരിക്കുന്ന ആളല്ലേ, വേദമന്ത്രല്ലേ അവർ ചൊല്ലുന്നത്, പോയി ആദരിക്കാമായിരുന്നില്ലേ? ഭഗവാൻ ആദരിച്ചില്ല. എന്തുകൊണ്ട് ആദരിച്ചില്ല? ഭഗവാൻ ആ മന്ത്രങ്ങൾക്കോ ഹോമത്തിനോ അല്ല പ്രാധാന്യം കൊടുത്തത്. ഭഗവാൻ പ്രാധാന്യം കൊടുത്തത് അവരുടെ ഹൃദയത്തിൽ എത്ര പ്രേമമുണ്ട് എന്നുള്ളതാണ്, അവരുടെ ഹൃദയത്തിൽ എത്ര കാരുണ്യമുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ഗോപന്മാരോട് തെളിയിച്ചു കൊടുക്കുകയാണ്, അവർക്ക് മന്ത്രം ചൊല്ലാനേ അറിയുള്ളൂ, ഹൃദയത്തിൽ പ്രേമമില്ല എന്ന്. പോയി ഭക്ഷണം ചോദിച്ചു നോക്കുക പറയാന്നുള്ളത്. ആ ഭക്ഷണം കൊടുക്കാതെ വന്നപ്പോൾ അവർ തിരിച്ചു വന്നപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത് എന്ന്. ഇനി അവരുടെ ഭക്തിമാരുടെ അടുത്തേക്ക് പോയി നോക്കൂന്ന്. അവർക്ക് മന്ത്രം ചൊല്ലാൻ അറിയില്ലെങ്കിലും എന്തുണ്ട്? പ്രേമമുള്ളൊരു മനസ്സുണ്ട്. ഭഗവാൻ ആവർത്തിച്ച് പറയുന്നത്, നിങ്ങൾ മന്ത്രം ചൊല്ലുന്നുണ്ടോ, നിങ്ങൾ പൂജകൾ ചെയ്യുന്നുണ്ടോ, ഇതിനേക്കാളൊക്കെ ഉപരി നിങ്ങൾക്ക് എന്നിൽ അർപ്പിക്കാൻ സാധിക്കുന്നൊരു പ്രേമമുള്ളൊരു മനസ്സുണ്ടോ? മയ്യർപ്പിതമനോ ബുദ്ധി യോമൽ ഭക്ത സമേ പ്രിയാം. എന്നിൽ അർപ്പിക്കാൻ സാധിക്കുന്ന ഒരു മനസ്സും ബുദ്ധിയും നിങ്ങൾക്കുണ്ടോ, എങ്കിൽ നിങ്ങൾ എനിക്ക് പ്രിയപ്പെട്ടവരാണ്. അതാണ് ഭാഗവതത്തിലും ഗീതയിലും ഒക്കെ പറയാനുള്ളത്. അവസാനം ഗീതയിൽ പറയുന്നത് തന്നെയല്ലേ, സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച. എല്ലാ പാപത്തിൽ നിന്നും നിങ്ങളെ ഞാൻ മുക്തമാക്കി തരാം, പ്രൊവൈഡഡ് നിങ്ങൾ എന്ത് വേണം? നിങ്ങളുടെ മനസ്സിലുള്ള സകല ചിന്തകളും വിട്ട് ആ മനസ്സിനെ എന്നിലേക്ക് അർപ്പിക്കണം. അതല്ലേ പറയുന്നത്? അപ്രകാരം ഭഗവാൻ വീണ്ടും നമുക്ക് മറ്റൊരു സന്ദർഭത്തിൽ നമുക്ക് കാണാം, ഭഗവാന്റെ ഒരു മഹത്തായൊരു ഉപദേശം ഉദ്ധവരോട് പറയുമ്പം, ഉദ്ധവരെ, ഒരു തരത്തിലും ഗ്രഹങ്ങളെ നിങ്ങൾ കുറ്റം പറയരുത്, ഒരു കണക്കിലും നിങ്ങൾ ദൈവത്തിനെ കുറ്റം പറയരുത് നിങ്ങളുടെ ദുഃഖങ്ങൾക്ക്. ഈ ഗ്രഹങ്ങളും അതുപോലെ തന്നെ ദൈവങ്ങളും ഒന്നുമല്ല നിങ്ങളുടെ ദുഃഖത്തിന് കാരണം. പിതൃക്കളെയൊന്നും കുറ്റം പറയരുത്. പിന്നെ ആരാണ് നിങ്ങളുടെ ദുഃഖത്തിന് കാരണം? വളരെ മനോഹരമായി ഭഗവാൻ ഉദ്ധവർക്ക് പറഞ്ഞു കൊടുക്കും, നായം ജനോമേ സുഖദുഃഖഹേതു നദേവദാത്മാ ഗൃഹകർമ്മകാല മനഃപരം കാരണമാമനന്തി സംസാരചക്രം പരിവർത്തയേയൽ. ഈ ജനങ്ങളോ ഈ ഗ്രഹങ്ങളോ ഈ നക്ഷത്രങ്ങളോ അതുപോലെ തന്നെ ദൈവങ്ങളോ ഇവരും ഒന്നുമല്ല നിങ്ങളുടെ ദുഃഖത്തിന് കാരണം. എന്നാ പിന്നെ ആരാണ് ദുഃഖത്തിന് കാരണം? എല്ലാം നമ്മുടെ ഓരോരുത്തരുടെയും മനഃപരം കാരണമാമനന്തി. ആര് തന്നെയാണ്? മനസ്സ് തന്നെയാണ്. അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം. എന്നാൽ പിന്നെ നിങ്ങൾക്ക് ഈ വേണ്ടാത്ത ചിന്തകളിലേക്കൊന്നും പോവില്ല. ഇതാ പാവം ഈ രാജൻ, കാട്ടാളനായിരിക്കുന്ന രാജൻ, ആ ജ്യോത്സ്യന്മാരുടെ വലയിൽപ്പെട്ടുകൊണ്ട് കാളി പ്രത്യക്ഷപ്പെട്ടാൽ, കാളിക്ക് രക്തം കൊടുത്താൽ, കാളിയാണ് കുട്ടികളില്ലാത്തതിന് കാരണമെന്ന് കരുതി ബിസിനസ്സാണത്, അതിനെ പ്രീതിപ്പെടുത്തിയാൽ അത് തന്നെയും പ്രീതിപ്പെടുത്തുന്നുള്ളത്. മനസ്സിലായില്ലേ? മനസ്സ് അർപ്പിക്കുന്നതിന് പകരം നാം പ്രീതിപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ കണക്കുകൂട്ടൽ തെറ്റുന്നത്. അദ്ദേഹത്തിൻ്റെ കണക്കുകൂട്ടൽ തെറ്റി. എന്തായി? പിന്നെ സംഭവിക്കുന്നത് മറ്റൊന്നാണ്. ഇത് തേഷാം വൃഷളാണം രജസ്തമ പ്രകൃതീനാം ധരമധരജ ഉത്സിക്ത മനസാം ഭഗവത്കലാവീരകുലം കദർത്തീകൃത്യോത്പദേന സ്വൈരം വിഹരതാം ഹിംസാ വിഹരിണാം കർമാതിദാരുണം യൽ ബ്രഹ്മഭൂതസ്യ സാക്ഷാൽ ബ്രഹ്മശ്ച സുതസ്യ നിർവൈരസ്യ സർവഭൂതസുഗത സുനായാം അപ്യനുമഥാമലംഭനം തതുബലഭ്യ ബ്രഹ്മതേജസാദി ദുർഹിഷേന ദന്തഹ്യമാനേന വപുഷാ സഹസോച്ഛാട സൈവദേവി ഭദ്രകാളി. പെട്ടെന്ന് തന്നെ ആ ഒരു വിഗ്രഹത്തിൻ്റെ ഉള്ളിൽ നിന്നൊരു പ്രകമ്പനമുണ്ടായി. സഹിക്കാൻ പറ്റുന്നില്ല അത്രേ ആ ശക്തിക്ക്. എന്താണ് അത്ര സഹിക്കാൻ പറ്റാത്തത്? ബ്രഹ്മഭൂതസ്യ സാക്ഷാൽ ബ്രഹ്മശ്ച സുതസ്യ നിർവൈരസ്യ സർവഭൂതസുഗതാം.